നമസ്തേ. നമുക്ക് നല്ലൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. ഒരു ഇരുന്നാ മതി. ശുഭകരമായ ഒന്ന് നടക്കാൻ പോവല്ലേ. അപ്പൊ അതിന് ആദ്യം വേണ്ടത് എന്താ? ഗുരുകൃപയാണ് അല്ലേ? ഈശ്വരാധീനം എന്ന് പറയും. അതുണ്ടെങ്കിൽ വിഘ്നങ്ങളില്ലാതെ ഏതൊരു ഉദ്ദേശത്തിനാണോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അത് സാക്ഷാത്കൃതമാകുള്ളൂ. നമുക്കൊരു പ്രാർത്ഥന ചൊല്ലിത്തരട്ടെ. നിവർന്നിരിക്കി, കൈയും കാലും ഒക്കെ സ്വസ്ഥമാക്കി വെക്കുക, മനസ്സിനെയും ശാന്തമാക്കി വെക്കുക, സാവധാനം കണ്ണുകൾ അടയ്ക്കുക. ഗുരുവിനെ മാത്രം മനസ്സിൽ ലീനമാക്കി വെക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന കണ്ണടച്ച് എന്തൊരു ഉദ്ദേശത്തിനാണോ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് നല്ല രീതിയിൽ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചേരുവാൻ ഗുരുവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകണം. ഗുരു ഞങ്ങളുടെ വഴികാട്ടിയായി മുന്നിലുണ്ടാകണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ എന്നല്ല, എവിടെയും. സുദീർഘമായിട്ട് പ്രാണനെ അകത്തേക്കെടുത്ത് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. 3 പ്രാവശ്യം ഈ ശ്വാസ ഉച്ഛ്വാസ പ്രക്രിയ തുടരുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. ഓ എല്ലാവരും ഒരുമിച്ച് വാ തുറന്ന് സ്ഫുടമായി ഉച്ചരിക്കണം കേട്ടാ. നമ്മൾ പഠന ക്ലാസ് അല്ലേ. ഓ ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനേ നാരായണ
യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീ കുർവദൈശാം ദേഹി കടാക്ഷൈ ശിഷ്യസഞ്ജയാം ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യേമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ ന കൽപതേ സിദ്ധൈഃ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവരും ഗുരുവിന് നമസ്കാരം അർപ്പിക്കുക. നമസ്തേ. നമ്മുടെ കോട്ടയം SNDP യൂണിയന്റെ കീഴിൽ നിലകൊള്ളുന്ന മറിയപ്പള്ളി 26ാം ശാഖ സംഘാടകരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. അതേപോലെ വലിയൊരു കുടുംബങ്ങളുള്ളൊരു ശാഖയാണ് നമ്മുടെ. 1000-ൽ പരം കുടുംബം. ഇവിടെ കണക്ക് ഏകദേശം പറഞ്ഞപ്പോൾ അംഗങ്ങളുടെ നില നോക്കിയാൽ ഏകദേശം 8000-ഓളം അംഗങ്ങൾ നിലകൊള്ളുന്ന അതിബൃഹത്തായൊരു ശാഖയാണ് നമ്മുടേത്. ആ ശാഖയുടെ കുടുംബത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ഗുരുവിനെ അറിയുവാനായി വന്നു ചേർന്നിരിക്കുന്ന സത്യജിജ്ഞാസുക്കൾക്ക് പ്രണാമം. ഇവിടെ രണ്ടാമത്തെ പഠന ക്ലാസ് ഗുരുദേവ ദർശനം എന്ന് പറയും.
ഗുരുദേവ ദർശനത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഗുരുദേവ കൃതികൾ എന്ന് പറയുന്നത്. ഗുരു കണ്ട ജീവിതം, ഗുരു അനുഭവിച്ച കാഴ്ച, അത് ഈ മാനവരാശിക്ക് ആകവേ മാതൃകയാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ദർശനം എന്ന് പറയുന്നത്. ആ ഗുരുദർശനം പഠിക്കാനാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷത്തെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ശാഖയുടെ കീഴിൽ ഒരു പഠന കേന്ദ്രം ഉണ്ടാകുക എന്ന് പറയുന്നത് ചെറുതല്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പഠന ക്ലാസ് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഉദ്ദേശം എന്താണ്, ഗുണം എന്താണ് എന്നുള്ളത് അതറിഞ്ഞിട്ട് വേണം നമ്മൾ എന്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും, ജീവിതത്തിൽ എന്ത് കർമ്മങ്ങൾ ചെയ്താലും എന്താ അതുകൊണ്ടുള്ള പ്രയോജനം. ഇങ്ങോട്ട് നമ്മൾ വരികയാണ് പഠിതാക്കളായിട്ട്, വിദ്യാർത്ഥികളായിട്ട്. 20 പേരല്ല, വരുന്ന ക്ലാസ്സോട് കൂടിയ പഠനം തുടങ്ങുന്നത്. മാസത്തിൽ 2 ക്ലാസ്, 10 മണി മുതൽ 12 മണി വരെ നിങ്ങൾ ഒരു 100 പേരെ സംഘടിപ്പിക്കണം. 100 പേരുണ്ടായിരിക്കണം. അതിൽ നിന്നൊരു 15 പേരൊക്കെ പൊഴിഞ്ഞു പോകും, ബാക്കി 85 പേരുണ്ടാകണം. ഈ 100 പേരെ നിങ്ങൾക്ക് എവിടെ നിന്ന് കണ്ടെത്താം? നമ്മുടെ ഗൃഹത്തിൽ നിന്ന് തുടങ്ങട്ടെ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിനോട് പറയണം, ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, നമുക്കെല്ലാം ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ഗുരു അടിസ്ഥാനപരമായ സൗകര്യങ്ങളും ജീവിത നിലവാരവും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതം താളാത്മകമാകാതെ അവതാളത്തിലേക്ക് പോകുന്നത് എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കില്ല. നമുക്ക് ബാഹ്യമായിട്ടൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, നമ്മൾ ഉദ്യോഗസ്ഥരായിരിക്കാം, സമ്പന്നരായിരിക്കാം, എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടാകാം. പക്ഷെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്കറിയില്ല. എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്നും നമുക്കറിയില്ല. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ പഠന ക്ലാസ്സിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ പ്രയോജനത്തെ മുൻനിർത്തി കാണേണ്ടത്. എന്തിനു പഠിക്കണം? ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ലക്ഷ്യം എന്താണ്? അപ്പൊ അതിനുള്ള ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. എത്രയോ സമയം നമ്മൾ അനാവശ്യമായി കളയുന്നു എന്നറിയോ? അപ്പൊ നമ്മളൊന്ന് ക്ഷീണിച്ച് കസേരയിൽ വന്നിരിക്കുക, കിടക്കയിൽ വന്നിരിക്കുക. ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. നമ്മൾ ഫോൺ ഓൺ ചെയ്താൽ 3 കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ആദ്യം വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഇത് 3 നമ്മൾ നോക്കും. അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇത് നോക്കി വരുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയും. ഏറ്റവും ചുരുങ്ങിയത് നോക്കൂ. ഈ സമയങ്ങൾ നമ്മൾ അനാവശ്യമായി കളയുന്ന സമയങ്ങൾ ചേർത്ത് വെച്ച് ഒരു മാസത്തിൽ 6 മണിക്കൂറിനെ ലാഭിക്കണം. ഇങ്ങോട്ട് വരാൻ ഇവിടെ സത്സംഗം പഠനം 2 മണിക്കൂർ, 1 മണിക്കൂർ നിങ്ങൾ ഇവിടെ ചെലവഴിക്കണം. അതെന്തിനു വേണ്ടിയാണെന്ന് പറയാം. അങ്ങനെ 3 മണിക്കൂർ നമുക്ക് മാറ്റിവെച്ച് നമ്മൾ അറിയാത്ത ഒന്നതിനെ കുറിച്ച്, നമ്മൾ അനുഭവിക്കാത്ത കാര്യത്തെക്കുറിച്ച്, നമ്മൾ വലിയ ഗുരുഭക്തരാണെന്നല്ലേ പറയുന്നത്. നമ്മൾ പീത പതാകയേന്തി തീർത്ഥാടനം നടത്തുന്നു, ഇവിടെ നമ്മൾ ചതയവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, ഏറ്റവും വലിയ ശാഖ നമ്മുടെയാണെന്ന് പറയുന്നു, ഗുരുവിനെ നമ്മൾ ശിരസാ വഹിക്കുന്നു. പക്ഷെ ഗുരു എന്താണോ പറഞ്ഞത് നമ്മളോട്, അത് നമ്മൾ കേട്ടില്ല. അത് നമ്മൾ കേൾക്കണം.
അത് കേൾക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് വേറെ പുറത്തുള്ള ഒന്നിനെയും കുറിച്ചല്ല ഗുരു നമ്മളോട് പറഞ്ഞത്, നമ്മളെ കുറിച്ച്. നമ്മൾ ആരായിരിക്കണം, നമ്മുടെ ചിന്ത എപ്രകാരമുള്ളതായിരിക്കണം, നമ്മളുടെ പെരുമാറ്റ ചിട്ടങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ ശ്രദ്ധ എന്തിലായിരിക്കണം, നാം പറയുന്ന വാക്കും കർമ്മങ്ങളും എങ്ങനെയുള്ളതായിരിക്കണം. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ പല സ്ഥാനങ്ങൾ ഒരേ സമയം അലങ്കരിക്കുന്നുണ്ട് അല്ലെ. സിനോജ് എന്നല്ലേ പേര് നമ്മുടെ, അല്ലേ? സൈജു. ഇപ്പൊ സൈജുവിനെ സംബന്ധിച്ചിടത്തോളം സൈജു ഈ ശാഖയുടെ പ്രഥമ ഭാരവാഹിയാണ്. അത് മാത്രാണോ? ഒരു കുടുംബനാഥനാണ്, മകനാണ്, ഭർത്താവാണ്, അതേപോലെ അച്ഛനാണ്. ഏതൊരു തൊഴിലാണോ അനുഷ്ഠിക്കുന്നത് ആ തൊഴിലിൽ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ്. ഇടപഴകുന്ന പല മേഖലകളും പല കൂട്ടായ്മകളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്കൊരു വ്യക്തിത്വം ഉണ്ട് അല്ലെ. ഒരു വ്യക്തിത്വത്തിന്റെ തന്നെ വിവിധമായ മുഖങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എങ്ങനെ സമന്വയ ഭാവത്തോടു കൂടി ഇടപെടണം, പെരുമാറണം, ആർജവത്തോടു കൂടിയിട്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ വ്യക്തിമുദ്ര, നമ്മുടെ വ്യക്തിത്വത്തിന്റെ സംസ്കാര തനിമ നമ്മുടെ വാക്കുകളിലൂടെയും കർമ്മങ്ങളിലൂടെയും നമ്മൾ പ്രസരിപ്പിക്കണം. അതാണ് എന്തിൻ്റെ ഉദ്ദേശം? ഗുരുദേവ കൃതികൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. 2 വർഷം നീണ്ടു നിൽക്കുന്നതാ. നിങ്ങൾ ഇത് നിസാരമായി കാണരുത്. ഇത് വെറും ഒരു പഠന ക്ലാസ് അല്ല, സത്സംഗ പഠനമാണ്. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? 1180 ഭവനങ്ങളിലുള്ള ഈ ശാഖയിൽ നിന്ന് കൈവിരലിൽ എണ്ണാവുന്ന ആളുകളെ ഇവിടെ വന്നിട്ടുള്ളൂ. ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യുക, അത് ശ്രവിക്കുക, അത് അനുസന്ധാനം ചെയ്യുക, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുവന്ന് ആഴമേറിയൊരു ജീവിതം ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വാസനയുണ്ടായിരിക്കണം, ഒരു രുചി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ഇന്ന് കിട്ടിയതല്ല, ജന്മാന്തരങ്ങളിലൂടെ കടന്നു വന്ന സുഹൃതത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് വളരെ വലിയൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ടും എന്ത് കാര്യങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന 2 ഞായറാഴ്ചകളിലുണ്ടെങ്കിലും അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് ഇതിന് പരമമായ പ്രാധാന്യം കൊടുത്ത് കൂടെ നിൽക്കുന്നവരെയും കൈപിടിച്ചു കൊണ്ടുവരണം. നമ്മൾ ചെടികളൊക്കെ ഇപ്പൊ ഒരു വാഴ നട്ടു എന്ന് വിചാരിക്കുക. ആ വാഴക്കണ്ണ് നട്ടത് മുളച്ചു വന്ന് ഒരു 8 മാസമായി 6 മാസമായിട്ട് അതിന്റെ കടക്കിൽ നല്ല വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. നന്നായി ഭംഗിയായി കുഴിയെടുത്ത് അതിൽ വേണ്ടുന്ന അല്പം കുമ്മായവും എല്ലുപൊടിയൊക്കെ ഇട്ട് അത് നട്ട് 2 ദിവസമൊക്കെ ചെന്ന് കഴിഞ്ഞ് നോക്കി അതെ അവിടെ അരുത്ത് വലിയ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കുറച്ച് ദിവസം കഴിയുമ്പോൾ മുള വരും. അതനുസരിച്ച് നമ്മൾ പതുക്കെ അതിനെ വളർത്തിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് കേടുപാടുകളില്ലാതെ നല്ല വാഴക്കുല കിട്ടുകയുള്ളൂ. ഒരു വാഴയുടെ സഫലതയാണ്. അതേപോലെ ഗുരുദേവ കൃതികൾ നമ്മൾ സായന്തനത്തിൽ എത്തി നിൽക്കുന്ന, അന്ത്യയാമത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾക്ക് പഠിക്കാനുള്ളതാണെന്നുള്ളൊരു മൂഢമായ ധാരണയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് കഴിഞ്ഞിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭോഗരസങ്ങളില്, ഭോഗരസം എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുന്നതിൽ അത്ര സുഖം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാ. ഇത് അനുഭവിക്കും തോറും താറുമാറാകുമെങ്കിലും വീണ്ടും പ്രത്യാശയാണ്. അങ്ങനെ ഈ വ്യാവഹാരികമായിരിക്കുന്ന സുഖലോലുപതയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ
ഇടയ്ക്കൊരു വിരാമം ഇട്ടുകൊടുക്കണം. ഈ സുഖങ്ങളൊക്കെ താൽക്കാലികമാണെന്നും ശാശ്വതമായ ഒരു സുഖം അടിത്തറയായി നമുക്കുണ്ടെങ്കിലാണ് വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളിത് പഠിക്കണം. ഇതെന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു വിദ്യാഭ്യാസമാണ്. ഗുരുദേവ ദർശനം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു എഡ്യൂക്കേഷനാ തരുന്നത്. എന്തിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം? ജീവിതത്തെ കുറിച്ചുള്ള വിദ്യാഭ്യാസം. അപ്പൊ ജീവിതം എങ്ങനെ ജീവിക്കണം, ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വേദിപ്പിച്ചു തരികയാണ് ഗുരുദേവ കൃതി. അപ്പൊ എങ്ങനെ ജീവിക്കണം എന്നതിനാണ് ഗുരുദേവന്റെ കൃതി അല്ലാത്തത്. കൃതി എന്ന് പറഞ്ഞാൽ ശ്രുതി എന്നാണ്, ദർശനം ശ്രുതികളാണ്. പക്ഷെ ഗുരുവിന്റെ കൃതി അല്ലാത്ത ഒന്നുണ്ട്, സ്മൃതിയുണ്ട്. സ്മൃതിയെ പറയുന്ന പേരാണ് എന്ത്? ശ്രീനാരായണ ധർമ്മം. ഈ ശ്രീനാരായണ ധർമ്മത്തിലാണ് ഒരു മനുഷ്യ ജീവന്റെ ഉൽപ്പത്തി. അമ്മയുടെ ഗർഭസരോവരത്തിൽ നമ്മളൊരു ഭ്രൂണസ്ഥ ശിശുവായി ഉദയം ചെയ്ത് അന്ത്യേഷ്ടി വരെയുള്ള മരണം കൈവരിച്ച് ചിതയിലേക്ക് നമ്മളെ ചിത കൊളുത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് സ്മൃതിയാണ്, ശ്രുതിയല്ല. സ്മൃതിയും ശ്രുതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ധർമ്മം ഗുരു അന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ പ്രായോഗികതയിലാക്കാൻ പറ്റില്ല. ഗുരു അന്ന് ജീവിച്ചിരുന്ന കാലത്തുള്ള വേഷവിധാനങ്ങളല്ല ഇന്ന്, ഭക്ഷണ രീതികളല്ല ഇന്ന്, നടത്തിപ്പുകളല്ല ഇന്ന്. പലതും മാറ്റം വരും. കാലങ്ങൾക്ക് അനുസൃതമായിട്ട് ധർമ്മത്തിൽ മാറ്റം വരും. പക്ഷെ മൂല്യങ്ങളിൽ, മാനുഷിക മൂല്യങ്ങളിൽ ഒരിക്കലും മാറ്റം വരില്ല. അതാണ് ധർമ്മം. അതായത് സദാചാര മൂല്യത്തോടു കൂടിയിട്ട് വളരെ ഉത്കൃഷ്ടമായ ഒരു ജീവിത നിഷ്ഠ ഓരോ വ്യക്തിക്കും വേണം. അത് പറഞ്ഞു തരുന്നതാണ് എന്ത്? ശ്രീനാരായണ ധർമ്മം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസന്ധാനം ചെയ്യണം. അപ്പൊ ഇനി ഗുരു കൃതികളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ഗുരു കൃതി പഠിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെ? 64ഓളം കൃതികളുണ്ട് അല്ലെ? ആദ്യം നമുക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ഏത് സാഹിത്യങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരുടെ കൃതികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മംഗളാചരണത്തോടു കൂടിയിട്ടാണ് എല്ലാം തുടങ്ങുന്നത്. മംഗളം എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ശുഭമായി വരണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ അങ്ങനെയല്ലേ? അത് ശുഭകരമായി വരണം, മംഗളകരമായി വരണം. നമ്മുടെ ഓരോ താല്പര്യങ്ങളും രുചികളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ വ്യക്തി എന്ന രീതിയിൽ വ്യത്യസ്തമാണ്. അത് വിഘ്നം കൂടാതെ വരണം അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാര് ഏത് കൃതി എഴുതുമ്പോഴും ഒന്നല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരെ വന്ദിക്കും, വന്ദന ശ്ലോകം ഉണ്ടാവും. അല്ലെങ്കിൽ വന്ദന ശ്ലോകത്തിന്റെ പ്രതീകമായിട്ട് മംഗള സൂചകമായിട്ട് എഴുതുന്നതാണ് ഓം അല്ലെങ്കിൽ ആ എന്ന അക്ഷരം. അക്ഷരാണാം അകാരോസ്മി. അക്ഷരങ്ങളിൽ ഈശ്വരൻ ആരാണ്? ആ. ഈശ്വരനെ ശബ്ദരൂപത്തിൽ വിളിക്കുന്ന പേരെന്താ? ഓം. ഈ രണ്ടക്ഷരത്തിലൂടെയാണ് എന്തും തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഗുരുദേവ കൃതി പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് എന്താ? വിനായകാഷ്ടകമാണ് അല്ലെ? അഷ്ട എന്ന് പറഞ്ഞാൽ എന്താ? 8. അഷ്ട എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ 8. അഷ്ട എന്ന് മലയാളത്തിൽ പറയില്ല, അഷ്ടകം. 8 ശ്ലോകങ്ങളിലൂടെ അറിവിന്റെ ദേവനായ ദേവതയായ വിനായകൻ. വിനായകൻ എന്ന് പറഞ്ഞാൽ എന്താ? വിനകളെ, ക്ലേശങ്ങളെ, ദുഃഖങ്ങളെ, ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന തടസ്സങ്ങളെ എടുത്തു മാറ്റുന്നവൻ ആരാണോ അവനാണ് വിനായകൻ. ആ വിനായകനെ നമസ്കരിക്കുക. സംസ്കൃത ഭാഷയിലാണ്, 3 ഭാഷയിലാണ് നാരായണ ഗുരു എഴുതി തന്നിരിക്കുന്നത്. സംസ്കൃത ഭാഷയിലാണ് വിനായക അഷ്ടകം എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചൊല്ലി പഠിക്കുമ്പോൾ
ഉള്ളൊരു പ്രത്യേകത, നിങ്ങൾ വെറുതെ ഇത് കാണാതെ പഠിക്കുക. അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന, നമ്മളെ പോലെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാം, നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യാം, നോട്ട്ബുക്കിൽ പ്രധാന പോയിന്റുകൾ എഴുതി വെക്കാം. വിനായകാഷ്ടകം ചൊല്ലിത്തരുമ്പോൾ തെറ്റുകൂടാതെ സ്ഫുടമായി വളരെ അല്പം സംഗീത നിധിയെ പോലെ അഭിരുചിയൊക്കെ ഉണ്ടെങ്കിൽ സംഗീതാത്മകമായി അത് പാരായണം ചെയ്യാം. ബുദ്ധി കൂടി ഉണ്ടെങ്കിൽ അത് നന്നായി വിശകലനം ചെയ്ത് പറഞ്ഞു തരാം. പക്ഷെ നമ്മുടെ ഉദ്ദേശം കേവലം ഇത് ചൊല്ലാൻ പഠിക്കുകയും ഞാൻ മനസ്സിലാക്കിയ കാര്യം സമൂഹ മധ്യത്തിൽ അനർഗളമായിട്ട് വളരെ സ്ഫുടമായിട്ട് പ്രഭാഷണം നടത്തി കൊടുക്കുക എന്നുള്ളത് രണ്ടാമതും. ഒന്നാമത് ഈ പഠിക്കുന്നത് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ വരണം. ഈ പഠിക്കുന്ന കാര്യം എൻ്റെ ജീവിതമായി പരിണമിക്കണം. അല്ലെങ്കിൽ ഇത് പഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതവും നമ്മൾ പറയുന്നതും വേറെയാണെങ്കിൽ ആര് നമ്മളെ സ്വീകരിക്കും? ഒരാളും നമ്മളെ സ്വീകരിക്കില്ല. നമ്മൾ പറയുന്നതും നമ്മൾ ജീവിക്കുന്നതിൽ തന്നെ നമ്മൾ പഠിച്ചതും അറിയുന്നതും ഉണ്ടെങ്കിലോ അവര് വിചാരിക്കും, ഇവരൊക്കെ എത്ര വാചക കസർത്ത് നടത്തിയിരുന്ന ആളാ, എത്ര അഹങ്കാരിയായിരുന്നു ഇവര്. ഇവർക്ക് പലപ്പോഴും ഇവര് ആരെയും ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല, ഒരു കാരുണ്യം പോലും കാണിക്കാറില്ല. ഇതാ പഠന ക്ലാസ്സിലേക്ക് വന്നപ്പോ ഇവരാകെ അടിമുടി മാറി. ഇതെങ്ങനെ സംഭവിച്ചു? ആ ചോദ്യം മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ നേരേക്ക് വരണം. എന്തൊക്കെ വൈകല്യങ്ങളാണോ, എന്തൊക്കെ കുറവുകളാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അത് നികത്തപ്പെടുവാനുള്ള സമഗ്രമായ സമസ്ത മേഖലകളിലും നമുക്ക് കൈവയ്ക്കാവുന്ന വാക്കുകളാണ്, വചനങ്ങളാണ് ഗുരുവിന്റെ. ഇപ്പൊ വിനായകാഷ്ടകം പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു വരി പറയും, അത് വീണ്ടും വീണ്ടും നിങ്ങൾ വീട്ടിൽ ചെന്ന് റിപ്പീറ്റ് ചെയ്യണം. എന്താണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അവസാനം? ഭജേ ഭീഷ്ടസന്തം ഭജേ ഭീഷ്ടസന്തം ഭജേ ഭീഷ്ടസന്തം ഭജേ ഭീഷ്ടസന്തം. ഭജേ, ഞങ്ങൾ ഭജിക്കുകയാണ്. എന്തിനാ? അഭീഷ്ടങ്ങളെ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുമുള്ള ജീവിത സന്ധാരണത്തിന് വേണ്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങളെ, കാമനകളെ നിർവഹിച്ചു തരുന്ന തം നിന്നെ. നീ എന്ന് പറയുന്ന ആരാ? അല്ലയോ വിനായക, എൻ്റെ ജീവിതത്തിലെ വന്നു ഭവിക്കുന്ന, ഞാൻ ചെയ്ത കർമ്മത്തിലൂടെ അനുഭവിക്കുന്ന പ്രാരബ്ധങ്ങളുടെ ക്ലേശത കുറച്ച്, വിഘ്നങ്ങളെല്ലാം കുറച്ച് സുഖസാന്ദ്രമയോടുകൂടി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന്. എത്ര മനോജ്ഞമാണ്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കണം. അഭീഷ്ടം തം, അഭീഷ്ടം. നമ്മൾ ഗുരുവിലേക്ക്, ഈശ്വരനിലേക്ക് അടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ കാമനകൾ അതിരുകിടക്കില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ ദുരാഗ്രഹങ്ങളായി മാറില്ല. നമ്മൾ കൺ തുറന്ന് വേണത് പഠിക്കാൻ. കൺ തുറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് വീഴ്ചിരിക്കുക എന്നല്ല, എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഞാൻ ഇതൊക്കെ പഠിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി പരിഗണിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിനായകാഷ്ടകം പഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. ഓരോ പ്രാവശ്യവും ഓരോ പഠന ക്ലാസ്സിലും ഒരാൾ സ്വാഗതം പറയണം, ഒരാൾ കൃതജ്ഞത പറയണം. വെറുതെ ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെയുള്ള സംഘാടകർക്ക് സ്വാഗതം, ആരാണ് പ്രഭാഷണത്തിന് വന്നത്, ശബരി ചിന്മയ്ക്ക് സ്വാഗതം, നിങ്ങൾക്ക് സ്വാഗതം, അങ്ങനെയൊന്നല്ല. നമ്മൾ എന്താ മനസ്സിലാക്കിയത് അത് 2-3 സെന്റൻസിലൂടെ പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് സഭാകമ്പം മാറിക്കിട്ടും. അതിവിടെ വന്ന് നിന്നല്ല പറയേണ്ടത്. സ്വാഗതം പറയണമെന്ന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. നിങ്ങളുടെ ഈ ബാച്ചിന്റെ
എന്നിട്ട് നിങ്ങൾ മാസത്തിൽ 2 പ്രാവശ്യം വരുമ്പോൾ, ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ വിനായകാഷ്ടകം പച്ച വെള്ളമായിരിക്കണം. എന്ത് ചെയ്യണം? പദം മുറിച്ച് അറിയുന്ന അറിവുള്ള ഒരു വ്യക്തിയെ കൊണ്ട് രാവിലെ നിങ്ങൾ ഉണർന്നു വരുമ്പോൾ തന്നെ നിങ്ങളുടെ വാട്സാപ്പിൽ കാണണം, നമ ദേവവൃന്ദം ലസത് വേദകന്ധം, ഇങ്ങനെ പറഞ്ഞ് പിരിച്ച് തന്നിട്ട് അത് ഒരുമിച്ച് മനോഹരമായി ചൊല്ലിയിടണം. ഇത് നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയം കിട്ടുമ്പോൾ നോക്കി നിങ്ങളത് സമയം പോലെ ചൊല്ലിവിടണം. അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ഒരമ്മ ചൊല്ലുന്നതാണ്, പ്രായമുള്ളവരാണല്ലോ വരുന്നത്, പിന്നെ നമ്മളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ തള്ളിയാണ് കുറച്ചും കൂടെ ഒരു ഇടക്കാല ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അല്ലാത്തവരൊക്കെ ഇത് അവർക്കുള്ള എന്തോ സംഭവമാണ്, ഇതൊന്നും നമുക്ക് വേണ്ടുന്നതല്ല എന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് അവിടെ ആളുകൾ വരാത്തത്. അപ്പൊ അത് ചൊല്ലി പഠിക്കണം. 2 ഗുണങ്ങൾ അത് ചൊല്ലുന്നത് കൊണ്ട്. ഇപ്പൊ നമദേവവൃന്ദം ലസദ്വേദകന്ധം ശിരശ്രീമതിന്ദും ശ്രുതശ്രീമുകുന്ദം ബൃഹശ്ചാരുകുന്ദം സ്തുതശ്രീസനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേ ഭീഷ്ടസന്തം. സംസ്കൃതമാണ്, അക്ഷരങ്ങൾ സ്ഫുടമായി ചൊല്ലണം, അതിന് ശ്രദ്ധ അനിവാര്യമാണ്. നമ്മൾ പുറമേ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുന്നത്, ഒരു വാക്ക് പഠിച്ചെടുക്കാൻ ബ്രെയിന് നല്ല വർക്കാണ്. അപ്പൊ ചിന്തകള് അശുഭകരമായ തലങ്ങളിലേക്ക് പോവില്ല. എൻ്റെ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം എനിക്കിതൊന്ന് ചൊല്ലി പഠിക്കണം. അപ്പൊ നമ്മുടെ ഓർമ്മ ബുദ്ധി തെളിമയുള്ളതായി ഓർമ്മയുള്ളതായി വരും. ചൊല്ലുമ്പോൾ നാവൊക്കെ നന്നായി വഴങ്ങിക്കിട്ടും. ഉള്ളിൽ വലിയൊരു പദകോശമുണ്ട്, ഡിക്ഷണറി. നല്ല പദങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയ്ക്കാം. മനോഹരമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ അങ്ങനെ പഠിക്കണം. അതേപോലെ തന്നെ നമുക്ക് അറിയാം, എല്ലാവരും നമ്മളോട് പറയും, നിങ്ങൾക്ക് എത്രയോ ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദേവി ദേവന്മാരാ ഉള്ളത്, ഒരു ഈശ്വരനേ ഉള്ളൂ എന്ന് ആത്യന്തികമായി പറയുന്നു. നാരായണ ഗുരുവിനെ പോലുള്ള അദ്വൈത വേദാന്തികൾ പറയുന്നത് ഈശ്വരൻ ഏകമാണ് എന്ന്, ഈ സർവപ്രപഞ്ചത്തിനും ഒരു നാഥനേ ഉള്ളൂ എന്ന്. എന്നിട്ട് ദേവിയെ ഉപാസിക്കുന്നു, ദേവനെ ഉപാസിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുന്നു? ദേവീ കൃതികൾ പഠിക്കുന്നു, അല്ലെ? ജനനി നവരത്ന മഞ്ജരി പഠിക്കുന്നു, ദേവി സ്തവം പഠിക്കുന്നു, ഭദ്രകാളി അഷ്ടകം പഠിക്കുന്നു. അതിനകത്ത് തന്നെ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതി, അതിനെ കുറിച്ച് നമ്മൾ നന്നായി, അതൊക്കെ വളരെ ഗഹനമായ അതിൻ്റെ അർത്ഥതരങ്ങളുള്ള കൃതിയാണെങ്കിലും മനോഹരമായി പാടി ആ പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുവാനും ശാന്തി നിറയ്ക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. ഒരു മാതൃത്വഭാവം ഈശ്വരന് കൊടുക്കാണ്. ജനനി എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം. ഈശ്വരനെ, പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന പരബ്രഹ്മത്തെ ഈശ്വരിയായി കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഏറ്റവും പ്രാപ്യം ആരോടാ? അമ്മയോടാ, അല്ലെ? നമുക്ക് എന്തും, ഇപ്പൊ നമുക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അവര് നമ്മളെ ഒരുപോലെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പറയാൻ പാടില്ലാത്തത് പറയാനും നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും തുറന്നു വെക്കാനും കഴിയുന്നത് അമ്മയുടെ അടുത്താണ്. അവിടെ ഒരു തരത്തിലുള്ള തടസ്സങ്ങളില്ല. അച്ഛൻ നമ്മളെ ഏറെ സ്നേഹിക്കുമെങ്കിലും നമുക്കെല്ലാം ചെയ്തു തരുമെങ്കിലും തടസ്സങ്ങളുണ്ട് പലപ്പോഴും. അപ്പൊ തടസ്സങ്ങളില്ലാതെ ഈ മാതൃത്വ രൂപേണ നമ്മളെ ശരണാഗതിയിലേക്ക് നയിക്കാൻ ദേവി എന്ന് പറയുന്ന ശക്തിക്ക് അപാരമായൊരു കഴിവുണ്ട്. ഈ ദേവി ജനനി എന്ന് പറയുന്നത്, മാതൃത്വം എന്ന് പറയുന്നത്
ഏത് വ്യക്തികളിലും കാണാട്ടോ, സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും കാണാം. മാതൃത്വം എന്ന് പറയുന്ന ഒരു ഭാവമാണ്. ചില പുരുഷന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ, അമ്മയേക്കാൾ ഏറെ വാത്സല്യത്തോടു കൂടി എല്ലാവരെയും പരിഗണിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്താണ് ദേവി എന്ന സങ്കല്പം? ആ സങ്കല്പത്തിന്റെ, ആ പ്രതീകത്തിന്റെ പിന്നിലിരിക്കുന്ന തത്വം എന്താണ്? അത് നമ്മൾ അറിയുമ്പോൾ ഈ പ്രപഞ്ച ശക്തിയെ തന്നെ സ്ത്രീ രൂപത്തിൽ കണ്ടുകൊണ്ട് ആ ശക്തിയെ നമ്മൾ ആ ശക്തിയിലേക്ക് നമ്മളെ സമർപ്പിച്ചിട്ട് സർവചരാചരങ്ങളിലും നിലകൊള്ളുന്ന സ്പന്ദം തന്നെയാണ്, സത്ത തന്നെയാണ് അമ്മ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഞാനും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോരോ ജീവജാലങ്ങളും രണ്ടല്ല എന്ന് തിരിച്ചറിയുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് ആരെയും ഭയക്കേണ്ടതില്ല, ആരിലും നമുക്ക് ഭേദബുദ്ധികളില്ല, ഒരാളെയും നമ്മൾ അന്യവൽക്കരിച്ച് കാണില്ല. നമ്മുടെ തന്നെ സത്തയാണ്, ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഇത് പഠിക്കുന്നതിലൂടെ സാധിക്കും. അതിനെന്ത് വേണം? ദേവിയിൽ ശരണാഗതി പോകണം. ദേവിയിൽ ശരണാഗതി പോകുക എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രയിക്കണം നമ്മൾ. അപ്പൊ വിവിധമായ ഭാവങ്ങളിലൂടെ നമുക്കിപ്പോ ദേവിയെ ഉപാസിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവർക്കത് കൂടുതൽ പ്രയോജനപ്പെടും. ചിലർക്ക് ദേവി ഉപാസനയൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. ചിലർക്ക് ദേവനെ ഉപാസിക്കുന്നതിൽ, ശിവനെ ഉപാസിക്കുന്നതിൽ, വിഷ്ണുവിനെ ഉപാസിക്കുന്നതിൽ, ചിലർക്ക് ഇതൊന്നുമല്ല താല്പര്യം, ഗുരുവിനെ ഉപാസിക്കുന്നതിൽ. ചില ആളുകൾക്ക് ഗുരുവിൽ പൂജ ചെയ്യുന്നതല്ല താല്പര്യം, ഗുരുവിന്റെ വാക്കുകൾ അനുസന്ധാനം ചെയ്ത് ജീവിക്കുന്നത്. അതിൽ നമുക്ക് പ്രിയം നാരായണ ഗുരുവാണെന്ന് കരുതി നമ്മൾ അങ്ങനെ മറ്റുള്ളവരുടെ പ്രിയത്തെ കൂടെ നമ്മൾ പരിഗണിക്കണം. മറ്റുള്ളവർക്കും ഗുരു ഉണ്ടാകാം, പ്രവാചകൻ ഉണ്ടാകാം, അവരും കാണുന്നത് ഈശ്വരൻ ആ ഗുരുവിലാണ്. അങ്ങനെ ഒരു വിശാലത നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇത് ഈ കൃതികൾ, പ്രത്യേകിച്ച് ഈ ദേവി സ്തോത്ര കൃതികൾ നമ്മൾ പഠിക്കുമ്പോൾ ആടലാം കടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുക്കന്മാര് നമ്മുടെ ജീവിതത്തെ ഒരു കടലിനോട് ഉപമിക്കുന്നത്. സംസാര സാഗരം എന്ന് പറയും, ഭവാബ്ധി എന്ന് പറയും സംസ്കൃതത്തില്. ഭവാബ്ധിയിൽ, സംസാര സാഗരത്തിൽ പെട്ടുഴലാണ്. കര കയറാൻ പറ്റുന്നില്ല. മുങ്ങിയും പൊങ്ങിയും താണും പൊങ്ങിയും നമ്മൾ ജീവിക്കാണ്. ഒരു സുഖം, പെട്ടെന്ന് ദുഃഖം, ക്ലേശങ്ങള്, അന്തസംഘർഷങ്ങള്, പ്രതിസന്ധികള്, വേദനകള്, ദുഃഖങ്ങള്, ദുരിതങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ വേറൊരു വശത്ത് സന്തോഷം, ആനന്ദം, അല്പമാത്രമായ ശാന്തി. ഇത് രണ്ടും ഏറി കൊണ്ടിരിക്കുക. അപ്പൊ ശാശ്വതമായ ഒരു സുഖമാണ് നമുക്ക് വേണ്ടത്. പൂർണ്ണമായ ഒരു ആശ്രയത്വം നമുക്ക് ഈശ്വരനിൽ വേണം. ആ ഈശ്വരനെ തന്നെ ശക്തി രൂപത്തിൽ ആരാധിക്കുന്ന കൃതികളാണ് ഭദ്രകാളി അഷ്ടകവും ജനനീ നവരത്ന മഞ്ജരിയും ദേവീസ്തവവും ഒക്കെ. അതൊക്കെ നിങ്ങൾ വളരെ നന്നായി ചൊല്ലി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്, ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാവ്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാ ഈ ലോകത്തെ കുറിച്ചുള്ള എല്ലാ അറിവും നമുക്ക് കിട്ടുന്നത്. കണ്ടറിയുന്നു, കേട്ടറിയുന്നു, മണത്തറിയുന്നു, രുചിച്ചറിയുന്നു, സ്പർശിച്ചറിയുന്നു. ഈ അറിവ് തന്നെയാണ് സുഖമായിരിക്കുന്നത്. ഈ കണ്ണുകൊണ്ട് കാണുന്ന ആ കാഴ്ചയിൽ സുഖവും ദുഃഖവും ഇരിക്കുന്നുണ്ട്. കാതിൽ വന്ന് പതിക്കുന്ന ശബ്ദത്തിൽ സുഖവും ദുഃഖവും നമുക്കുണ്ട്. നല്ലതും നല്ലതല്ലാത്തതുമുണ്ട്. ഏത് വേണം, ഏത് വേണ്ട എന്ന് തെരഞ്ഞെടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ ഒരു നല്ല വ്യക്തിയായി പരിണമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം കാണാം ഇവിടെ.
കണ്ണ് കാണാനുള്ളതാ. നല്ല കാഴ്ചകളും നല്ലതല്ലാത്ത കാഴ്ചകളും ഉണ്ട്. പക്ഷേ നല്ലതല്ലാത്തത് കണ്ടാൽ ഉടനെ വിട്ട് കളഞ്ഞേക്കണം. ഉള്ളിൽ നിന്നും കളയണം. പുറത്തുനിന്ന് കളഞ്ഞാൽ പോരാ, ഉള്ളിൽ നിന്നും കളഞ്ഞ് നല്ലതിനെ സ്വീകരിക്കണം. ആ നല്ലത് തന്നെ എൻ്റെ ജീവിതത്തെ എല്ലാ തരത്തിലും സമഗ്രമാക്കാൻ, സമാധാനപൂരിതമാക്കുവാൻ, വിവേകഭരിതമാക്കുവാനുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കാണേണ്ടത്. അത് ഇന്ദ്രിയങ്ങൾക്ക് ഒരു അടുക്കും മുറയും നിഷ്ഠയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് മാത്രമല്ല, കർമ്മേന്ദ്രിയങ്ങളുണ്ട്. കൈയുണ്ട്, കാലുണ്ട്, നാവുണ്ട്. നാവ് മാത്രം 2 ഇന്ദ്രിയം കൂടിയതാ, ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. പ്രജോത്പാദനത്തിനുള്ള ഇന്ദ്രിയമുണ്ട്, മലമൂത്ര വിസർജനം നടത്തുവാനുള്ള ഇന്ദ്രിയമുണ്ട്, കാല് ചലിക്കാൻ നടക്കാനാണ്, കൈ കർമ്മങ്ങൾ ചെയ്യാനാണ്, കൊടുക്കാനും എടുക്കാനുമാണ്, നാവ് സംസാരിക്കാനാണ്. ഇതൊക്കെ തോന്നിയതുപോലെ വിട്ടാലുള്ള അവസ്ഥ എന്താ? ഇതിനെയൊക്കെ തോന്നിയ പോലെ നമ്മൾ ഇന്ദ്രിയങ്ങളെ വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ തോന്നിയതുപോലെ അവര് പാഞ്ഞു നടക്കുന്നത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതം ഗതികെട്ടു വരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം താറുമാറാകുന്നത് ഇന്ദ്രിയങ്ങളെ സ്വാത്മ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ ആ വ്യക്തിക്ക് കഴിയാത്തത് കൊണ്ടാണ്. അതിനാണ് ഗുരു എന്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്? ഇന്ദ്രിയ വൈരാഗ്യവും ചിജ്ജട ചിന്തനവും പഠിപ്പിച്ചു തരുന്നത്. ഇന്ദ്രിയ വൈരാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാതിരിക്കുക, ഒന്നും കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ആവശ്യമുള്ളതിനെ കണ്ടാ മതി, ആവശ്യത്തിന് ഭുജിച്ചാ മതി. ഞാൻ മിനിഞ്ഞാന്ന് തലശ്ശേരിയിലായിരുന്നു പ്രഭാഷണം. അവിടെ പ്രഭാഷണത്തിന് ചെന്നപ്പോഴാണ് അവിടെ ഇതേപോലെ നല്ല ഒരു ധ്വജസ്തംഭം പണി കഴിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു ഗുരുസന്നിധിയാണ്. അവിടെ ഇങ്ങനെ ജാതി മതം അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ SNDP ഒന്നുമല്ല. ഗുരുസന്നിധി എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടിയുള്ളതാണ്. അപ്പൊ അതിൻ്റെ ആ സ്തംഭ സമർപ്പണമാണ്. ആ സമർപ്പണം നടത്തിയത് ബോംബെയിലുള്ള ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവരെ അനുമോദിക്കുന്ന ചടങ്ങ് എൻ്റെതായിരുന്നു. അപ്പൊ ഇവര് ബാലേട്ടന് ഇത് സമർപ്പിക്കുന്ന വേളയിൽ ഈ ബാലേട്ടനെ എൻ്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ബാലേട്ടന് ഇത്രയും പ്രായമുണ്ടെന്ന് അറിയുന്നത്. ഞാൻ വിചാരിച്ചത് അദ്ദേഹത്തിന് ഒരു 62 വയസ്സിൽ കൂടുതലൊന്നും കാണൂല കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗമ്യനും ശാന്തനും, ആർക്കും എന്തും ചെയ്യുന്നതും, അത്യാവശ്യ സമ്പത്തുള്ളതും, ഒരാൾക്കും എന്ത് കൊടുത്താലും ഈ കൈകൊണ്ട് കൊടുക്കുന്നത് ഈ കൈകൊണ്ട് അറിയിക്കില്ല എന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ പെങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഇവരാണ് ഏറ്റവും മൂത്തത്. ആ 10 മക്കളിൽ മൂത്തയാളാണ് ബാലേട്ടൻ. ബാലേട്ടൻ്റെ നിഷ്ഠ, ജീവിത നിഷ്ഠ പറയാണ്. ബാലനേട്ടനൊക്കെ കഴിക്കുന്ന ഭക്ഷണം അത്ര പരിമിതവും ശരീരത്തിന് വേണ്ടുന്നത് മാത്രമേ കഴിക്കുള്ളൂ. അതിസമ്പന്നനാണ് അദ്ദേഹം. എന്തെല്ലാം വാരി തിന്നാം. അതിസമ്പന്നരായ ജ്യേഷ്ഠന്മാരെ നമ്മൾ കാണും. ചിലപ്പോഴൊക്കെ മാതാജി വാ, നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു തരാന്ന് പറയും പ്രഭാഷണം കഴിയുമ്പോൾ. നമ്മൾ കണ്ണ് നിറഞ്ഞു. നമ്മൾ ആദ്യത്തെ തന്നെ ഇത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വയറ് നിറയും. ഇവര് 2 കൈ കൊണ്ടാണ് വാരി കഴിക്കുന്നത്. വീടെത്തുമ്പോ 4 കൈ കൊണ്ട്, ഈ 2 കൈ 4 കൈയാക്കിയിട്ട് മരുന്നും വാരി കഴിക്കുന്നത് കാണാം. അപ്പൊ ജീവിതത്തിന് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും വ്യക്തി എന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രവർത്തിപ്പിക്കുവാനും ഉപയോഗിക്കുവാനും കഴിയണം. ആവശ്യത്തിന് പറഞ്ഞാൽ മതി, ആവശ്യത്തിന് കൊടുക്കുകയും എടുക്കുകയും ചെയ്താൽ മതി, ആവശ്യമുള്ളതിനെ സ്വീകരിക്കാൻ പഠിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത് പോലെയാണ്. നമ്മൾ ആനേനെയൊക്കെ, കാട്ടാനേനെ കൊണ്ടല്ലേ നാട്ടാനയാക്കുന്നത്. നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചൊൽപ്പടിയിൽ ഒരു ആനയെ നിർത്താൻ എത്ര മെരുക്കല നടത്തുന്നത്. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മെരുക്കിയെടുക്കണം. ആ മെരുക്കിയെടുക്കുന്ന
മനോഹരമായിരിക്കുന്ന വിദ്യയാണ് ഇന്ദ്രിയ വൈരാഗ്യത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊക്കെ നമുക്കൊന്ന് കേൾക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞാൽ ആവശ്യത്തിൽ എല്ലാത്തിനും ഒരു നിയന്ത്രണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്ത് ആ വ്യക്തി ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല ജീവിതത്തിൽ. ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും തന്നെ അതിലുണ്ടാവില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ആ വ്യക്തിക്ക് മനസ്സിന്റെ ശാന്തിയുണ്ട്, മനഃശാന്തിയുണ്ട്. അന്ധകരണങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഏതൊരു വ്യക്തിക്കും, ചില ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആവശ്യമുള്ളിടത്ത് ചില സന്ദർഭങ്ങളില് നമ്മുടെ മുഴുവൻ ഇതും നഷ്ടപ്പെട്ടു പോകും, ക്ഷമയും നഷ്ടപ്പെട്ടു പോകും. എന്നാലും വളരെ സഹിഷ്ണുതയോട് മിണ്ടാതിരിക്കും. അവിടെ സംസാരിച്ചാൽ അത് വലിയ വിപത്തിനെ ഉണ്ടാക്കുമെന്നും നമ്മുടെ നിലയ്ക്ക് അത് ചോർച്ച വരുമെന്നും ഉള്ള ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ട് അവിടെ മൗനം അവലംബിക്കും. അവിടെ ആ നാവിനെ അടക്കാൻ കഴിയുന്നത് അവരവരുടെ ഇച്ഛയാണ്. ആ ഇച്ഛയെ എങ്ങനെ നമുക്ക് സ്വാത്മബലത്തിൽ ആർജിച്ചെടുക്കാം എന്നാണ് ഇന്ദ്രിയ വൈരാഗ്യത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീതയിൽ മനോഹരമായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ഒരുവന്റെ തലത്തെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാ: യഥാ സംഹരതേ ചായം ഇന്ദ്രിയങ്ങളെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന്റെ ഉദാഹരണം പറയാണ്. എങ്ങനെയാണോ ഒരാമ ആവശ്യമുള്ളപ്പോൾ മാത്രം അതിന്റെ തലയും കയ്യും കാലും പുറത്തേക്കെടുത്ത് ഉപയോഗിക്കുന്നത്, അതിനുശേഷം അതിന്റെ തോടിലേക്ക് ഉൾവലിച്ച് വെക്കുന്നത്, അതുപോലെ നമുക്കും നമ്മുടെ ഈ ശരീരത്തിലുള്ള കരണം എന്ന് വെച്ചാൽ എന്താ, കർമ്മം ചെയ്യുവാനുള്ള ഉപകരണങ്ങളാണ് കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ. ആ കരണങ്ങളെയും അറിയാനുള്ള ഇന്ദ്രിയങ്ങളെയും വേണ്ട പോലെ ഉപയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ നാശത്തിലേക്ക് മാത്രമല്ല, ഒരു ഇന്ദ്രിയത്തിന്റെ താളം തെറ്റിപ്പോയാൽ മരണത്തിലേക്ക് പോലും നമ്മൾ കൂത്തിപ്പോകും. അതാണ് ഈ കൃതി പഠിക്കുന്നതിലൂടെ നമുക്കുള്ള ഗുണം. പിന്നെ അത് കൂടാതെ ശിവനെ സ്തുതിച്ചുകൊണ്ട് ശിവപ്രസാദ പഞ്ചകം, അതേപോലെ ചിജ്ജട ചിന്തനം, ചിത്ത് ജഡം. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ശരീരം എന്ന് പറയുന്നത് ജഡമാണ്, നശിച്ചു പോകുന്നതാണ്, എന്നും നിലനിൽക്കുന്നതല്ല. ഇത് ഉണ്ടായി വളർന്ന് വികാസം പ്രാപിച്ച് അപജയം വന്ന് ക്ഷയിച്ച് നശിച്ചു പോകുന്നതാണ്. അതിനെയാണ് ജഡം എന്ന് പറയുന്നത്. ഈ നശ്വരമായിരിക്കുന്ന ശരീരത്തിനുള്ളിൽ അനശ്വരമായിരിക്കുന്ന ഒരു സത്തയുണ്ട്, അതാണ് ചിത്ത്. ആ സത്തയെ അന്വേഷിച്ചുള്ള പ്രയാണമാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായിരിക്കുന്നത്. അതുകൊണ്ട് നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുമ്പോൾ ശരീരം ജഡമാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാമെന്നും ഇപ്പൊ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിട്ടല്ലേ ഇവര് വരുന്നത്. നമ്മുടെയും നാളെ ഇത് സംഭവിക്കും. പക്ഷെ ശരീരം മറഞ്ഞു പോയാലും അറിവ് മാഞ്ഞു പോകുന്നില്ല, ആത്മാവ് മാഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് താൽക്കാലികങ്ങളായ പരിമിതങ്ങളായ ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നിൽ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ ഓടുന്ന നമ്മളോട് ഗുരുദേവൻ പറഞ്ഞു തരികയാണ് ചിജ്ജട ചിന്തനത്തിലൂടെ, ഒന്ന് ഇതിനൊക്കെ ഒരു വിരാമമിട്ടിട്ട് നിന്റെ അന്തരാളത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിന്റെ ഉള്ളിൽ പ്രജ്വലിക്കുന്ന ചിത്താകുന്ന സത്ത തന്നെയാണ് ഈ സമസ്ത ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന്. ഇതറിയുമ്പോൾ ഹൃദയം വ്യാപ്തമാകും, വിഹായസ് പോലെ. അനന്തമായ ഹൃദയവ്യാപ്തി ഉള്ളവരാ നമ്മൾ. നമുക്ക് എല്ലാറ്റിനെയും സ്വീകരിക്കാൻ പഠിക്കും. നമ്മൾ എല്ലാറ്റിനെയും തള്ളിക്കളയാതെ നിന്ദിക്കാതെ വന്ദിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പഠിപ്പിച്ചു തരുന്നു പിണ്ടനന്ദി.
ഈ പിണ്ടനന്ദി നമ്മുടെയൊക്കെ എൻ്റെ സ്വാമിജി മുക്താനന്ദ യതി, എനിക്ക് തോന്നുന്നു ഞാൻ ആശ്രമത്തിൽ വന്നിട്ട് 25 വർഷമായി. +2 കഴിഞ്ഞപ്പോൾ പോകുന്നതാണ്. അന്നുണ്ട് കോട്ടയം യൂണിയനിൽ പഠനം. അന്നും കോട്ടയം യൂണിയനിൽ പഠന ക്ലാസ് ഉണ്ട്. അന്നൊന്നും ആരും ഇല്ല ഇവിടെ പഠിപ്പിക്കാൻ. ഞാനുണ്ട്. നിത്യ വന്നു തുടങ്ങിയുള്ള നിത്യ എന്ന ചെറിയ കുട്ടി, എന്നിൽ 5 വയസ്സിന് എളുപ്പ ചെറിയ കുട്ടി. ആദ്യകാലത്ത് നമ്മുടെ സ്വാമി മുക്താനന്ദ സ്വാമിയെ സുധിസ്വാമി എന്ന് പറയണേ. പിന്നെ അങ്ങ് ദൂരേന്ന് യശോധരൻ സാറെ കൊണ്ടുവരും. അങ്ങനെ കുറച്ച് പേരെ ഒന്നും പഠിപ്പിക്കാനുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇത് പഠിച്ചും അറിഞ്ഞും ജീവിച്ചും വന്ന വലിയൊരു പ്രഭാഷണ ശൃംഖല ഈ നാനാഭാഗത്തുണ്ടായിട്ടുള്ളത്. അന്നും പിണ്ടനന്ദി ഇത്രയും മനോഹരമായിട്ട് ആർക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും യാതൊരു സംശയം വേണ്ട, അത് എൻ്റെ സ്വാമിജി എഴുതിയിരിക്കുന്ന, ഞങ്ങളുടെ സ്വാമിജി എഴുതിയിരിക്കുന്ന പിണ്ടനന്ദിയുടെ വ്യാഖ്യാനം വായിച്ചിട്ട്. അപ്പൊ ഈ പിണ്ടനന്ദി വായിച്ചു കഴിഞ്ഞാൽ ഇത് മനുഷ്യനെ പിടിച്ച് വൈകാരികമായിട്ട് ഒരുപാട് നമ്മള് അങ്ങോട്ട് സ്വാധീനിക്കുന്ന ഒരു കൃതിയാണ്. ഈ പിണ്ടനന്ദിയിലുടനീളം നാം ആകുന്ന ജീവൻ, നമ്മളൊക്കെ അഹങ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് അപാര ശക്തിയുണ്ട്, ഞാൻ വളരെ അഭിമാനിയാണ്, എനിക്ക് എന്തൊക്കെയുണ്ട്, എന്നെ മറ്റുള്ളവരൊക്കെ അംഗീകരിക്കണം, അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിപ്പിച്ചേ പറ്റൂ, എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഓരോരുത്തരും നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. ആ അഹന്തയ്ക്ക് ഒരു വിരാമമിടാൻ ഈ പിണ്ടനന്ദിയിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ തിരിച്ചറിയുന്നു എത്രയോ നമ്മുടെ അമ്മയുടെ ഗർഭഗുഹയിൽ എത്രയോ ജീവനുകൾ ഉണ്ടായി നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവൻ ആയിരുന്നു ഞാൻ. എന്നെ ഈശ്വരൻ നശിപ്പിച്ചില്ലല്ലോ. എന്നെ ഈശ്വരൻ നാശത്തിന്റെ ദേവതയ്ക്ക് വിട്ടുകൊടുക്കാതെ ആ ഹൃദയത്തിൽ വളർത്തി സുന്ദരമായ ഈ പുറം ലോകത്തേക്ക് കൊണ്ടുവന്ന് ഈ സുന്ദരമായ ലോകത്തെ കണ്ടും കേട്ടും മണത്തും സ്പർശിച്ചും അനുഭവിക്കാനുള്ള മനോഹരമായ 5 ഇന്ദ്രിയങ്ങൾ തന്ന് സുന്ദരമായ ഒരു ശരീരത്തെ തന്ന് എന്നെ എല്ലാ ലോകത്തുള്ള സർവ്വതും ആസ്വദിക്കാനും അനുഭവിക്കാനും, അതിനകത്ത് തിക്തതകൾ ഉണ്ടാകാം, സന്തോഷങ്ങൾ ഉണ്ടാകാം, ഇതൊക്കെ എന്നെ ഉണ്ടാക്കി തന്നൊരു ശക്തി ഏതാണ്? ആ ശക്തിയുടെ മുന്നിൽ നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതാണ് പിണ്ടനന്ദി എന്ന കൃതി. നന്ദി എന്നാണ് പറയുന്നത്, നന്ദിയല്ല. പിണ്ടനന്ദി. ഒരിക്കലും നന്ദി എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ശിവന്റെ വാഹനത്തിന്റെ പേരാണ് നന്ദിയുടെ, കാളയുടെ പേര്. പിന്നെ നന്ദി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊന്നും ഭാഷ നമ്മുടെ സംശുദ്ധമല്ല, അപ്പൊ എന്റെ പോലും സംശുദ്ധമല്ല. നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതജ്ഞത എന്നാണ് അർത്ഥം, ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി, നിങ്ങൾ തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കുറച്ച് സംസ്കാരമുള്ള ഇടങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പേന ഒപ്പിടാൻ വാങ്ങിച്ചു, കയ്യില് പേനയില്ല, അപ്പൊ നമ്മൾ ബാങ്കിൽ നിൽക്കുകയാണ്, പേന ഇന്ന് തരുമോ? പേന വാങ്ങിച്ച് ഒപ്പിട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നന്ദി എന്ന് പറഞ്ഞ് അവര് നമ്മളെ ഒന്ന് നോക്കും. നന്ദി എന്നാണ്. 2 നാ കൂട്ടിച്ചേർക്കുന്നതാണ് നന്ദി. നന്ദി എന്ന വാക്ക് നിങ്ങൾ ഡിക്ഷണറിയിൽ എടുത്താൽ ഈ അർത്ഥത്തിലുള്ളൊരു വാക്കില്ല. നന്ദി എന്നാണ്. നന്ദി ശോഷിച്ച് വന്നതാണ് നന്ദി ആയി മാറിയത്. ഇപ്പൊ ഒരാളിവിടെ മരിച്ചു, പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും ഗോപാലൻ ചേട്ടന്റെ സത്ത് പോയി എന്നാ പറയല്ലേ, സത്തുപോയി എന്ന് പറയും. ഇപ്പൊ ആ സായുടെ സ്ഥാനത്ത് എന്തായി? ചായായി. ചത്തുപോയി എന്നാ പറയുന്നത്. അങ്ങനെ അക്ഷരങ്ങൾക്ക് ലോപം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈശ്വരനോട് എന്തിന് കൃതജ്ഞത രേഖപ്പെടുത്തണം? എൻ്റെ ഈ കൈവിരൽ പോലും ചലിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ താളാത്മകതയെ നിലനിർത്തുന്ന ആ ശക്തിയുടെ ഇച്ഛയ്ക്കൊത്ത നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ശബ്ദബീജുകൾ ആകാശമാകുന്ന ഭൂതങ്ങളിലൂടെ കടന്നു വന്ന് നിങ്ങളുടെ കർണപുടങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് അറിവിനെ സംവേദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഇച്ഛയുടെ ശക്തിയാണ്. അതുകൊണ്ട് ആ ഇച്ഛയ്ക്കൊത്ത ഇവിടെ എല്ലാം നടക്കുന്നത്, നമ്മുടെ ഇച്ഛയ്ക്കൊത്തല്ല. അതുകൊണ്ട് നമ്മുടെ ഇച്ഛയെ
ഈശ്വരനിലേക്ക്, ഗുരുവിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ രസായന വിദ്യ. അവിടെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് കൽപ്പിച്ച പോലെ വരുമെന്ന്. നമ്മുടെ ജീവിതം നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഈശ്വര കൽപ്പന പോലെയാണ് വരുന്നത്. ഈശ്വരന്റെ, ഗുരുവിന്റെ ഇച്ഛയ്ക്കൊത്താണ് വരുന്നത്. ആ ഇച്ഛയ്ക്ക് വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ബ്രഹ്മവിദ്യാപഞ്ചകം, വാസുദേവാഷ്ടകം. ബ്രഹ്മവിദ്യാപഞ്ചകം നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കണം. ബ്രഹ്മവിദ്യാപഞ്ചകത്തിലാണ് മനുഷ്യന് അടുക്കും മുഖയുമുള്ള ഒരു നിഷ്ഠ, ഒരു ദിശാബോധം, ഒരു സദാചാര തൽപരത നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതേപോലെ മനുഷ്യരെല്ലാവരും സ്നേഹികളായി വർത്തിക്കണം. അനുകമ്പയ്ക്ക് വേറൊരർത്ഥം കൂടിയുണ്ട്, സ്നേഹം. നമ്മളെ ആര് സ്നേഹിക്കുന്നു എന്നല്ല, നമ്മുടെ സ്നേഹത്തിന് അളവിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ സ്നേഹം, നമ്മളിൽ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു മൂല്യം അളവറ്റതാണ്. അതിങ്ങനെ നല്ല ഉറവിയിൽ നിന്ന് ജലം പ്രവഹിക്കുന്നത് പോലെ ആ നമ്മുടെ ഹൃദയമാകുന്ന ഉറവിയിൽ നിന്ന് സ്നേഹം പ്രവഹിക്കണം. എനിക്ക് വേണമെന്നല്ല പറയേണ്ടത്, ഞാൻ കൊടുക്കുവാൻ തയ്യാറാകണം. കുടുംബത്തിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ ഈ സ്നേഹം മക്കളിലേക്കും ഭർത്താവിലേക്കും ബന്ധുജനങ്ങളിലേക്കും നമ്മൾ നിൽക്കുന്ന ഇടത്തിലെ അച്ഛനമ്മമാരിലേക്കും പ്രവഹിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലോ എത്ര സമാധാനം ഉണ്ടാവും കുടുംബത്തിന്. അതല്ല, എനിക്ക് മാത്രം ഞാൻ ഇച്ഛിക്കുന്ന വ്യക്തിയിൽ നിന്ന് സ്നേഹം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പിടിച്ച് പറിച്ച് മേടിക്കാൻ ശ്രമിച്ചാലോ കോലാഹലമാണ്. ഒരിക്കലും അവിടെ സമന്വയമോ സ്നേഹമോ ഉണ്ടാവില്ല. ഇപ്പൊ അനുകമ്പാദശകം നമ്മൾ പഠിക്കുമ്പോൾ കാരുണ്യവും ആർദ്രതയും സഹാനുഭൂതിയും സഹകരണവും അനുകമ്പയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ആ സഹകരണം അനുകമ്പാദശകത്തിലൂടെ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ ഇവിടെ വരുമ്പോൾ കുട്ടികളാണ്, ചിലപ്പോൾ 75 വയസ്സുള്ളവരുണ്ടാകാം, 60 വയസ്സുള്ളവരുണ്ടാകാം, 40 വയസ്സുള്ളവരുണ്ടാകാം. നിങ്ങൾ 50 പേര് 30 പേര് ഉള്ളുവെങ്കിലും കൃത്യമായി വരികയും ഈ പ്രദേശത്തെ നിങ്ങൾ അരമണിക്കൂർ എന്നും എത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിലും വൃത്തിയായി കൊണ്ടു നടക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് ഇവിടെ ഒരാളെ ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട്, ഇവിടെ വൃത്തിയാക്കാൻ, ഇവിടുത്തെ പാത്രങ്ങൾ കഴുകാൻ, പുല്ല് വെട്ടാൻ, ചെടികൾ നടാൻ. ഇങ്ങനെയൊന്നും ഒരു ചട്ടി ഇവിടെ കാണാൻ പാടില്ല. ആ ചട്ടി പൂക്കൾ കൊണ്ടോ മനോഹരമായ ചെടികൾ കൊണ്ടോ അലങ്കൃതമായിരിക്കണം. നമ്മളുടേതാണിത്, ഇത് നമ്മുടേതാണ്. എൻ്റെ ഒരു സേവനം, ഒരു സന്തോഷം, ഒരു ആനന്ദം അത് ഗുരുവാണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നശിപ്പിക്കുവാൻ, കേടാക്കാൻ എളുപ്പം കഴിയും. പക്ഷെ ഒന്ന് വാങ്ങി നിലനിർത്തുക എന്ന് പറയുന്നത് ഈ പഠനത്തിൻ്റെ പരമമായ ലക്ഷ്യമായി കാണണം. എല്ലായിടത്തും നമ്മുടെ കണ്ണും നമ്മുടെ സേവയും വേണം. അല്ലാതെ ഇത് പഠിച്ച് തലയിൽ വെച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ ഞങ്ങളെ പോലുള്ളവരൊക്കെ പഠിച്ചിട്ട്, ഞങ്ങളൊക്കെ പഠിച്ച വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇന്ന് ഞാനും പ്രൊഫസറാണ്. നമ്മൾ അതൊക്കെ കളഞ്ഞിട്ട് എന്തിനാ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്? ഇങ്ങനെ ജീവിതത്തിന് വളരെ നല്ലൊരു ചിട്ടവട്ടങ്ങളും വളരെ എന്തൊക്കെയുണ്ടെങ്കിലും എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ശാന്തതയെ കൈവിടാതെ, ആനന്ദത്തെ കൈവിടാതെ, സമന്വയത്തെ, ശാന്തിയെ കൈവിടാതെ നിൽക്കുന്നവരായി ചേർത്ത് കോർത്ത് അനുരണനപ്പെട്ടു പോകുവാൻ ഈ ആയുസ്സറും വരെ സാധിക്കും. അതിനുള്ള സമഗ്രമായ ജീവിത ദർശനമാണ് നാരായണ ഗുരു നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അത് ജാതിയില്ല, മതമില്ല, ദേശമില്ല, രാഷ്ട്രമില്ല. ഈ ലോകത്തുള്ള ഏത് ജനതയ്ക്കും സ്വീകരിക്കുവാൻ കഴിയുന്ന അറിവിൻ്റെ, അനുകമ്പയുടെ പരമോന്നതമായൊരു തലമാണിത്. അത് നമുക്ക് 16 കൃതി പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസാരമായൊരു കാര്യമല്ല. ഭംഗിയായി പഠിച്ച് നല്ല കുട്ടികളായി വളർന്ന് ബുദ്ധിപരമായിരിക്കുന്ന അറിവ്, സംഗീതാത്മകമായ രുചിയുണ്ടെങ്കിൽ അത് പാടി
മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഭക്തി നിറയ്ക്കുവാനും കഴിയുന്ന അറിവുകൾ, അതിനുള്ള വേദി എല്ലാം ഇവിടെ നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ പറയുവാനുള്ള വേദി ഇവിടെയുണ്ട്. പിന്നെ എഴുതി തെളിയുവാനുള്ള വേദിയുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പാടാൻ മനോഹരമായിട്ട് കഴിയുന്നില്ലേ? തളരണ്ട. പറയാൻ കഴിയുന്നില്ലേ? തളരണ്ട. ഇവിടെ വന്ന് ചൂലൊക്കെ തടിച്ച് ഈ കസേരയൊക്കെ അവിടെ ഇവിടേക്കല്ലേ കിടക്കുന്നത്, അതിനൊക്കെ ഒരു സ്ഥാനം കൽപ്പിച്ച് ഒരിടത്തൊക്കെ ഭംഗിയായിട്ട് വെക്കാൻ കഴിയുന്നത് അതും നല്ലൊരു അലങ്കാരമാണ്. അത് വലിയൊരു അറിവാണ്. എത്രയോ പേരത് കണ്ടുപഠിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മുക്കിലും മൂലയിലും ഈ ശാഖയിൽ വന്ന് പഠിക്കുന്ന പഠിതാക്കളുടെ ശ്രദ്ധ വരുമ്പോൾ ഇത് ഒന്നോ രണ്ടോ മൂന്നോ ബാച്ച് കൊണ്ട് തീർന്നു പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് കുട്ടികളടക്കം, ചെറുപ്പക്കാരടക്കം, മധ്യവയസ്കരടക്കം, വാർദ്ധക്യ ദശയിൽ എത്തി നിൽക്കുന്ന ആളുകൾ വരെ ഇത് വന്ന് സ്വീകരിക്കുകയും അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരികയും ഗുരു പറയുന്ന പോലെ നല്ല മനുഷ്യരായി, വിനയാന്വിതരായി, ലളിത മാനസരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് വരിക, വീട്ടിൽ പോയി ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, ഉറക്കെ ചൊല്ലിപ്പഠിക്കുക. ഭർത്താവും മക്കളൊക്കെ കളിയാക്കും, വയസ്സാം കാലത്താണ് പഠിക്കാൻ പോകുന്നത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നല്ല നോട്ട്ബുക്ക് വാങ്ങുക. ഒന്നുമല്ലെങ്കിലും ഒരു വാക്കും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതൊന്നും ഇപ്പൊ പറഞ്ഞതെല്ലാം കളഞ്ഞു മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരുടെ സമാധാനം കെടുത്താതിരിക്കുകയാണെങ്കിൽ ഇത് ഉപകരിക്കും. ഈ ആവശ്യമില്ലാത്തത് പറഞ്ഞത് തന്നെ പറഞ്ഞു ഒരാൾക്കും ഇഷ്ടമല്ല അത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ മതി, പറയാൻ ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്മാറിയേക്കാം. ആ സ്ഥാനത്ത് ഇതിരുന്ന് വായിച്ചു പഠിച്ചൂടെ? മനസ്സിലും നല്ല ചിന്തകൾ വരും. പിന്നെ അവരുടെ സമാധാനം കെട്ടുപോയി അവര് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സമാധാനക്കേടില്ല. നമ്മൾ സ്വസ്ഥരായി മൗനമായിരിക്കുന്നു. കുറെ കഴിയുമ്പോൾ അവര് നിർത്തും. എന്നിട്ട് അവര് നോക്കും, ഇവളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? അപ്പൊ ചിന്തിക്കും, എനിക്കും ഇങ്ങനെയാവണമല്ലോ. അന്ന് അവരും വരും ഇങ്ങോട്ട്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ അധികമൊന്നും വേണ്ട, കുറച്ചു മതി. കുറച്ചുകൊണ്ട് വലിയൊരു ജീവിതം ജീവിക്കാം. ആ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന രസായന വിദ്യയാണ് ഗുരുദേവ കൃതികൾ. അതൊക്കെ പഠിക്കുക. ഇടയ്ക്കൊക്കെ തീർത്ഥാടനം പോവുക. നല്ല ആളുകളുള്ള ഇടങ്ങളുണ്ട്, ശാന്തി നിർഭരമായ തീർത്ഥസ്ഥലികളുണ്ട്. അവിടെയൊക്കെ പോയിരുന്ന് ഇതൊക്കെ കുറച്ചു നേരം ശാന്തമായിരുന്ന്, ഇത് മാത്രവും പോരാ, നിങ്ങളുടെ സർഗാത്മകമായിരിക്കുന്ന കർമ്മങ്ങള്, പ്രതിഭകള് അതിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. കുറച്ച് മെഡിറ്റേഷൻ, കുറച്ച് യോഗ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും. ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സത്യസന്ധമായിട്ടിത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഉയർച്ച ഉത്തരോത്തരമായിരിക്കും. വളരെ ഒരു ഓഡിറ്റോറിയം വന്നാൽ തന്നെ നിങ്ങൾ എത്ര സമ്പന്നരാവെന്ന് അറിയും. ഒരു ഓഡിറ്റോറിയം, നല്ലൊരു ഓഡിറ്റോറിയം, ഒരു AC ഓഡിറ്റോറിയം വന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങളുടെ അംഗങ്ങളെ തന്നെ, ബുദ്ധിമുട്ടുള്ളവരെ, രോഗികളെ, വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവില്ലാത്ത കുട്ടികളെയൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും. പല പല സ്ഥാപനങ്ങളുണ്ടായി വരും അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം കൊണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഉദ്ദേശശുദ്ധി കൊണ്ട് വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിനകത്തേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്കൊക്കെ ഒരിക്കൽ കൂടി കൃതജ്ഞത പറഞ്ഞുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും പുതിയ പഠിതാക്കൾക്ക് ഉണ്ടാകട്ടെ. ഇവിടെ പുതുതായി വന്നിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും വീട്ടിൽ ചെന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു 5 പേരെ ഈ പഠന ക്ലാസ്സിലേക്ക് കൊണ്ടുവരുവാൻ തയ്യാറെടുത്തുകൊണ്ട് നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക. വല്ലപ്പോഴും സജീവമാക്കി തരാൻ ഞങ്ങളെ പോലുള്ളവർ വരാം കേട്ടാ. നമസ്തേ. ഗുരുവിന്റെ കൃപ ആവോളമുണ്ട്, ഇനി ഉണ്ടാകട്ടെ. നമസ്തേ.